നമസ്കാരം. കേരളം എന്ന സംസ്ഥാനം അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ട്, അതായത് സർക്കാരിൻ്റെ ഖജനാവ് അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ട് പതിറ്റാണ്ടുകളായിട്ടുണ്ടാവും. എന്തായാലും പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പും ഖജനാവിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാരണം കേരളത്തിൽ സമാഹരിക്കാൻ പറ്റുന്ന വരുമാനം അത് വളരെയധികം കുറവാണ്. കേരളം ഒരു ഉൽപ്പാദക സംസ്ഥാനമല്ല. പല സാധനങ്ങളും കേരളത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളെന്നും ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ അല്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ വലിയ വ്യവസായശാലകളോ അത്തരത്തിൽ സർക്കാരിന് വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും, സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിൽ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ വരുമാനം വർദ്ധിപ്പിക്കാൻ, നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ട്. ഉള്ള നികുതി വരുമാനം തന്നെ നേരെ ചൊവ്വെ പിരിച്ചെടുക്കാൻ കഴിയാത്ത സർക്കാരുകളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കേരളം ഭരിച്ചത്. ഇടതുമുന്നണിയും വലതുമുന്നണിയും പതിറ്റാണ്ടുകളായി കേരളം മാറി മാറി ഭരിക്കുകയാണ്. ഈ രണ്ട് മുന്നണിയുടെയും ധനകാര്യ മാനേജ്മെൻറ്റുകളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവർ ധൂർത്തും അതുപോലെ തന്നെ കെടുകാര്യസ്ഥതയും കേരളത്തിൻ്റെ മുഖമുദ്രയാക്കി മാറ്റിക്കഴിഞ്ഞു. 2021 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഈ സ്ഥിതിക്ക് അതീവ ഗുരുതരമായ ഒരു മാറ്റമുണ്ടായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നത് മാത്രമല്ല, വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കടന്നു പോവുകയും ചെയ്തു ഈ കഴിഞ്ഞ 6-7 വർഷത്തെ ഭരണം കൊണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിലയിരുത്താം. ഇതിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ധാരാളം പ്രസ്താവനകളും അതുപോലെ തന്നെ പഴിചാരുകളുമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വർധനവ് വന്നിട്ടുണ്ട്. GST വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് അതിൽ വലിയ കെടുകാര്യസ്ഥതയുണ്ട്. കേന്ദ്ര നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ കേന്ദ്രത്തിനോട് കൊമ്പ് കോർക്കാൻ പോകുന്നത് കാരണം കേന്ദ്രം ഏതെങ്കിലും തരത്തിലുള്ള അധിക ധനസഹായത്തിന് അർഹതയുണ്ടെങ്കിലും കേന്ദ്രം അത് പരിഗണിക്കാത്ത അവസ്ഥ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരളം അതീവ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. മാത്രമല്ല, കടമെടുക്കലിനെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ധനകാര്യ മാനേജ്മെൻറ്റാണ് കേരളം തുടർന്നു പോകുന്നത്. കേരളം കേന്ദ്രത്തിന് മുന്നിൽ വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുതന്നെയാണ്. കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന്. ഓരോ സംസ്ഥാനത്തിനും എത്ര കടമെടുക്കാമെന്നത് സംബന്ധിക്കുന്ന പരിധിയുണ്ട്. അത് നിയമപ്രകാരം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച് നൽകുന്നുണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് പലപ്പോഴും കേരള സർക്കാർ കുറുക്ക് വഴികളിലൂടെ കടമെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ആ പരിധി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് മുന്നിൽ നിരവധി തവണ എത്തുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം കടമെടുപ്പിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരു സംസ്ഥാനമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഈ വരുന്ന ഡിസംബർ വരെ കേരളത്തിന് ഇനി കടമെടുക്കാൻ കഴിയുന്നത് വെറും 3700 കോടി രൂപയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഓണക്കാലമാകുന്നതോടുകൂടി സംസ്ഥാനം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും എന്ന് തന്നെയാണ്. കാരണം ഓണം എന്നത് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ്. ഓണനാളുകളിലാണ് ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്നത്. സർക്കാരിൻ്റെ ചെലവും അതനുസരിച്ച് ഉയരേണ്ടതുണ്ട്. കാരണം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, ബോണസ്, മറ്റ് ആനുകൂല്യങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ജീവനക്കാരുടെ ശമ്പളം, ബോണസ് എന്നിങ്ങനെയുള്ളവ ഇതെല്ലാം കരാറുകാർ അടക്കമുള്ളവർക്ക് കൊടുത്തു തീർക്കേണ്ട കാര്യങ്ങൾ, ക്ഷേമ പെൻഷൻ, ഇതെല്ലാം സർക്കാരിന് ഒരു വലിയ ചെലവായി മാറിയിരിക്കുകയാണ്. 6-7 മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ കുടിശ്ശികയായിട്ടുണ്ട്. ഇതിൽ ഓണത്തോടനുബന്ധിച്ച് ഒരു മാസത്തെ കുടിശ്ശികയെങ്കിലും തീർക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വരുന്ന ഡിസംബർ വരെ കടമെടുക്കാൻ സാധിക്കുന്നത് കേരളത്തിന് വെറും 3700 കോടി രൂപയാണ്. 1800 കോടി രൂപ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കണമെങ്കിൽ പോലും സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതിനപ്പുറം മറ്റു ചില ചിലവുകളുണ്ട്. ഉദാഹരണത്തിന് ഓണം വരികയാണ്. സപ്ലൈകോയ്ക്ക് അവരുടെ കരാറുകാർക്ക് കൊടുത്തു തീർക്കാനുള്ളത് പോലും 600 കോടി രൂപയാണ്. ഒരു 700 കോടി രൂപ മറ്റ് ജീവനക്കാരുടെ ശമ്പളവും ബോണസും കൊടുത്തു തീർക്കാനുണ്ട്. ഇത് മാത്രം പരിഗണിച്ചാൽ തന്നെ ഈ കടം വാങ്ങുന്ന 3700 കോടി രൂപ കഴിയും. അതുകൊണ്ട് തന്നെ ഓണം മുന്നിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഓണത്തിനാവശ്യമായ നിത്യനിദാന ചെലവുകൾ നടത്താൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്ത ഒരവസ്ഥയുണ്ട്. മാത്രമല്ല, ഈ കഴിഞ്ഞ മാസങ്ങളിൽ ധാരാളം സർക്കാർ ജീവനക്കാർ വിരമിച്ചിട്ടുണ്ട്. അവർക്കുള്ള പെൻഷൻ ആനുകൂല്യങ്ങളും മറ്റും കൊടുത്തു തീർക്കാനുണ്ട്. ഈ വകയിൽ തീർച്ചയായിട്ടും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ചെലവഴിക്കാൻ വേണ്ട തുകയുടെ ഒരു ചെറിയൊരംശം പോലും വരുമാനമായി വരുന്നില്ല. കടമെടുക്കാനുള്ള പരിധിയും അവസാനിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഡിസംബർ വരെ കടമെടുക്കേണ്ട തുക ഈ ഓഗസ്റ്റ്
ഓഗസ്റ്റിൽ തന്നെ പിൻവലിച്ചാൽ പോലും സർക്കാരിൻ്റെ ഓണം ചെലവുകൾ ചെലവഴിച്ച് തീർക്കാനാകാത്ത ഒരു ഗുരുതരമായ സാമ്പത്തിക സ്ഥിതിയുണ്ട്. ഇതെങ്ങനെ മറികടക്കും എന്നാലോചിക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥർ പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന രവീന്ദ്രകുമാർ അഗർവാൾ ഇദ്ദേഹം ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് മാറുകയാണ്. ഇത്തരത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഈ പറയുന്ന രീതിയിലുള്ള ചർച്ചകൾ, അതുപോലെ തന്നെ കോടതി വ്യവഹാരം, അതിനപ്പുറം ഇപ്പോൾ വയനാട്ട് ദുരന്തം കൂടിയുണ്ട്. ആ വയനാട് ദുരന്തത്തിൽ കൃത്യമായ മെമ്മോറാണ്ടം സമർപ്പിച്ചാൽ കേന്ദ്രം പണം അനുവദിക്കാമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് കേരളത്തിൽ വന്നു പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അതിനിർണായകമായ സമയത്താണ് ഇപ്പോൾ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി മാറുന്നത്. ഇത് ധനകാര്യ വകുപ്പിനൊരു വലിയ തിരിച്ചടി തന്നെയാണ്. ഇത് മാത്രമല്ല, കേരളത്തിൻ്റെ ഭരണരംഗങ്ങളിൽ മറ്റൊരു പ്രതിസന്ധി കൂടി ഉടലെടുക്കുകയാണ്. ധനകാര്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ KM ഇബ്രഹാം അതിര് കടന്ന ഇടപെടലുകൾ നടത്തുന്നു. ധനകാര്യ വകുപ്പിനോട് ആലോചിക്കാതെ പല കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധനകാര്യ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വരാനായി IAS-കാർക്ക് ആർക്കും താല്പര്യമില്ല എന്ന ഒരു ശ്രുതി കൂടി ഇപ്പോൾ ഭരണരംഗത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ധനകാര്യ വകുപ്പിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ധനകാര്യ മന്ത്രി കേവലം ഒരു റബ്ബർ സ്റ്റാമ്പായി മാറുകയാണോ എന്നൊരു ചോദ്യം കൂടി ഉയർന്നു വരികയാണ്. എന്തായാലും കേരളത്തിൽ പൊതുവെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നതിനപ്പുറം ഭരണപരമായ ചില പ്രതിസന്ധികൾ കൂടി ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം വാർത്തകൾ. അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറി ആ സ്ഥാനം വേണ്ടേ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോകുന്നു. പകരം ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായി വരാൻ ആർക്കും താല്പര്യമില്ല, ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും താല്പര്യമില്ല. അതിൻ്റെ കാരണം ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി KM ഇബ്രഹാമിൻ്റെ അനധികൃതമായ ഇടപെടലുകൾ, അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന ഒരു വാർത്തയും വരുന്നുണ്ട്. എന്തായാലും ഭരണ പ്രതിസന്ധിയും ഒപ്പം സാമ്പത്തിക പ്രതിസന്ധിയും ഈ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ, സാമ്പത്തിക മേഖലയെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്നു. ഒപ്പം ഈ ഓണക്കാലത്ത് സർക്കാർ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നീങ്ങുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.